ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ്. വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര. സോ ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻസിന്റെ അടുത്തുനിന്ന് ഉണ്ടായിട്ടുള്ള കുറച്ച് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അതെ, അതുപോലെ തന്നെ അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതായത് ഇംഗ്ലീഷ് മിത്രയിൽ ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതായത് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. അതെ, ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് അവർ ഷെയർ ചെയ്താലേ സ്റ്റുഡൻസിന്റെ ഇഷ്യൂ ഷെയർ ചെയ്താലേ നമുക്ക് അതനുസരിച്ചുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ്, അവർ ഷെയർ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ഡൗട്ട്സ്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ വിൽ ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ്. അതായത് പലരും ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ മലയാളത്തിൽ തന്നെ ചിന്തിച്ച് മനസ്സിൽ മലയാളത്തിൽ തന്നെ ചിന്തിച്ച് അത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എന്നിട്ടാണ് പറയുന്നത്. അതായത് ഇപ്പം ഞാൻ പുറത്ത് പോവാന്നുള്ളത്, ഓക്കെ ഞാൻ പുറത്ത് പോവാ, ഓക്കെ ഐ ആം ഗോയിങ് ഔട്ട്, അങ്ങനെ പറയാം. സോ അപ്പോഴെന്താ സംസാരിക്കുന്നത് വെച്ചാൽ സംസാരത്തിന് ആ ഒരു നാച്ചുറൽ ഫ്ലോ കിട്ടത്തില്ല, ഒരു ആർട്ടിഫിഷ്യാലിറ്റി തോന്നുന്നില്ല, ഭയങ്കര ടൈം കൺസ്യൂമിംഗും ആണ്. ഇപ്പൊ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, പുറത്തൊരാളുടെ അടുത്ത് പോയി സംസാരിക്കുമ്പോൾ നമുക്ക് ഈ ടൈം കിട്ടില്ലല്ലോ, ഒരിക്കലും കിട്ടില്ല. നമുക്ക് ചിന്തിച്ച് സംസാരിക്കാനുള്ള ടൈമോ അല്ലെങ്കിൽ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ട് ആരും ഇംഗ്ലീഷ് സംസാരിക്കാൻ വരില്ല. സോ നമ്മളെപ്പോഴും സ്പോണ്ടേനിയസ് ആയിരിക്കണം, റെഡി ആയിരിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത്. ബട്ട് എങ്ങനെ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാം? എളുപ്പമാണോ? അല്ല. എളുപ്പം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് തുടങ്ങിയാൽ ഫെയർലി ഈസിയാണ്. സൂര്യ, നമുക്കിപ്പം കുറച്ച് ഇംഗ്ലീഷിൽ വേർഡ്സ് പോലും അത്ര നന്നായിട്ട് അറിയില്ല. അങ്ങനെയുള്ള ആളുടെ അടുത്ത്, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി വരുന്ന ആളുടെ അടുത്ത് ഫസ്റ്റ് എന്താ പറയാ? ഇംഗ്ലീഷിൽ വേർഡ്സിന്റെ ഇംഗ്ലീഷ് മീനിങ് ഒന്ന് പഠിച്ചെടുക്കുക, ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കാം. അതുപോലെ തന്നെയാണ് തിങ്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് വേർഡ്സ് തിങ്ക് ചെയ്യാൻ തുടങ്ങുക. ഒത്തിരി ഓവർ ബർഡൻ ചെയ്യരുത്. ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്യാൻ പറയുമ്പോൾ തന്നെ വലിയ കഥകളൊന്നും ചിന്തിക്കാൻ ആവശ്യമില്ല, നമുക്ക് പറ്റത്തില്ല. നമ്മുടെ ബ്രെയിൻ അതിന് യൂസ് ടു അല്ല. ബ്രിക്ക് ബൈ ബ്രിക്ക് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കുക, അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുന്നതിലാണ് കാര്യം. സ്റ്റാർട്ട് വിത്ത് വേർഡ്സ്. അതായത് ഇപ്പൊ നമ്മൾ ഈ റൂമിലിരിക്കുക, സൂര്യ, എന്തൊക്കെ കാണാം, ചുറ്റുള്ള കാര്യങ്ങൾ മനസ്സിൽ വിചാരിക്കാം. ചെയർ, പില്ലോ, വൈറ്റ് ഡ്രസ്, ലാമ്പ്, പിന്നെന്താ മൈക്ക്, ടേബിൾ, ക്യാമറ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുക. വാക്കുകൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, റൂമിലിരിക്കുമ്പോ, നമ്മുടെ സറൗണ്ടിങ്സ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും പല വേർഡ്സ് കിട്ടാൻ പറ്റും. അതെല്ലാം ഇംഗ്ലീഷ്. നമ്മളിപ്പം ഒരാള് ഒരു വീട് കാണുമ്പോൾ നമ്മൾ വീടെന്ന് ചിന്തിക്കാതെ ഹോം അല്ലെങ്കിൽ ഹൗസ്, ലേഡി, ഡ്രസ്, അതുപോലെ തന്നെ പ്ലേറ്റ്, അങ്ങനെ സാധനങ്ങളുടെ പേരുകൾ തന്നെ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ തുടങ്ങാം. പിന്നെ സെന്റൻസിലോട്ട് സിമ്പിൾ സെന്റൻസസ്. ദിസ് ഇസ് എ ചെയർ, അല്ലെങ്കിൽ ഷീസ് വെയറിംഗ് വൈറ്റ്, അല്ലെങ്കിൽ ഹീ ഈസ് മൈ ബ്രദർ. അങ്ങനെ ചെറിയ ചെറിയ സെന്റൻസസ്, വലിയ സെന്റൻസസ് ഒക്കെ പിന്നെ നമുക്ക് ചിന്തിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ വേർഡ്സിനായിട്ട് തന്നെ, നേരത്തെ ഇപ്പൊ നമ്മൾ വൈറ്റ് എന്ന് പറഞ്ഞു, അതുമായിട്ട് തന്നെ കുറച്ച് കണക്ട് ചെയ്ത് സിമ്പിൾ ആയിട്ടുള്ള ചില സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാം. ഇത് കുറച്ച് നാൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം, ലൈക്ക് ഒരു 6, 7, 10 ഡേയ്സ് ഒക്കെ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ടൈം കണ്ടുപിടിക്കണമെങ്കിൽ അത്രയും നല്ലത് അല്ലേ? ഞാൻ എന്താ ചെയ്തോണ്ടിരുന്നതെന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ബസ്സിലൊക്കെ പോകുമ്പം പുറത്ത് കാണുന്ന കാഴ്ചകൾ ഞാൻ ഇംഗ്ലീഷിൽ എന്നോട് തന്നെ വിവരിക്കും. സോ അതൊക്കെ ഒരു കുറച്ചുകൂടി സ്റ്റേജ് കഴിയുമ്പോഴേ അത് പറ്റുള്ളൂ. സോ വാട്ട് വി ഡു ഈസ്, ആദ്യം ഈ വേർഡ്സ് ഒന്ന് പഠിച്ചു വെക്കുക, പിന്നീട് സെന്റൻസിലോട്ട് പോകുക. ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഡേയിലോട്ടേക്ക് ആകുമ്പോഴത്തേനും കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലോട്ട് പോവാൻ. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് എഴുതുക. എന്താ കാര്യം എന്ന് വെച്ചാൽ, എഴുതുന്ന സമയത്ത് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത് ഇംഗ്ലീഷിൽ ചിന്തിക്കും. എഴുതുമ്പോഴായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഇംഗ്ലീഷിൽ ചിന്തിക്കുക. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ ബാക്കിയുള്ള സമയത്ത് സംസാരിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മലയാളത്തിലാണല്ലോ നമ്മൾ യൂഷ്വലി സംസാരിക്കുക. അപ്പോൾ മലയാളത്തിൽ തന്നെ ചിന്തിച്ചത് ട്രാൻസ്ലേറ്റ് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോഴേ ഇംഗ്ലീഷിൽ ചിന്തിക്കുള്ളൂ. സോ എഴുതാനായിട്ട് ഇതിനൊക്കെ ടൈം മാറ്റി വെക്കണം കേട്ടോ, അതാണ് മെയിൻ കാര്യം. ഒരു ദിവസം ചെയ്തു പിന്നെ 10 ദിവസം ചെയ്തില്ല, യു വോണ്ട് ഗെറ്റ് എ റിസൾട്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക. കാരണം കൺസിസ്റ്റന്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ ദിവസം ഒരു 15 മിനിറ്റ്സ് ഇംഗ്ലീഷ് എഴുതാനായിട്ട് മാറ്റി വയ്ക്കുക. 1-2 പേജ് എഴുതുക. ആൻഡ് എന്ത് വേണമെങ്കിലും എഴുതിക്കോ, ഇറ്റ്സ് വെരി സിമ്പിൾ. അത് എന്തും എഴുതിക്കോ. നിങ്ങൾ ഇനി മിസ്റ്റേക്ക് പറ്റും, തെറ്റിപ്പോവും, അങ്ങനത്തെ പേടിയൊന്നും വേണ്ട. നമ്മളിപ്പം തെറ്റും ശരിയിലും അല്ല ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത് എന്താ, ഇംഗ്ലീഷിൽ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് കറക്ഷൻ ഒക്കെ ഒരു ഭാഗത്ത് നടക്കും.
നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് തെറ്റ് പറ്റിയാലും ഇംഗ്ലീഷിൽ ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ അങ്ങ് എഴുതുക, തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ചിന്തിക്കുക, സെന്റൻസ് ചിന്തിക്കുക, ഒരു സെന്റൻസ് 2 സെന്റൻസ് ആക്കുക, ഒരു 5 ദിവസം കഴിയുമ്പോൾ സ്വന്തമായിട്ട് ചാലഞ്ച് കൊടുക്കുക. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണില്ല, ആ ചാലഞ്ച്, ഈ ചാലഞ്ച്, റൈസ് ബക്കറ്റ് ചാലഞ്ച് ഉണ്ടായിരുന്നു, അതുപോലെ നമ്മൾ അതെ ഞാൻ ചെയ്യാറുണ്ട്. നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ മനസ്സിൽ വിചാരിക്കും, എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു, നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നില്ല ഇപ്പോൾ എങ്കിലും ഞാൻ വിചാരിക്കും ചെയ്യുകയാണെങ്കിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ അത് വാങ്ങിക്കും. അങ്ങനെ ഗിഫ്റ്റിംഗ് ഒക്കെ ചെയ്യാം, നമ്മളെ തന്നെ ചാലഞ്ച് ചെയ്യാം, നമുക്ക് തന്നെ സെൽഫ് പണിഷ്മെന്റും ഒക്കെയാണ് ഒരു പരിധി വരെ. ഈ ഒരു കാര്യം ഞാൻ ഇന്ന് ഡയറി എഴുതിയില്ലെങ്കിൽ ഞാൻ ഇന്നൊരു ഫോൺ നോക്കില്ല, അല്ലെങ്കിൽ ചായ കുടിക്കില്ല, അങ്ങനെയൊക്കെ ചെയ്യാം. ചായക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ പോലുള്ളവര് ചായ കുടിക്കില്ല എന്ന് തീരുമാനിക്കുക. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നമുക്കതൊരു ഇത് ചെയ്യണം, ഇങ്ങനെ ചിന്തിക്കണം, ഇംഗ്ലീഷ് ചിന്തിക്കണം എന്നുള്ളൊരു ഫീല് വരും. സോ ട്രൈ ഡൂയിങ് ദീസ് തിങ്സ്. ഉറപ്പായിട്ടും ഐ ഫീൽ ലൈക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇനി അടുത്ത് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു ഡൗട്ടാണ്, സിനിമയിലൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പോലെ സിനിമയിലൊക്കെ യൂസ് ചെയ്യുന്ന വേർഡ്സ് അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റാം എങ്ങനെയാണ്? അതായത് നമ്മൾ ഇംഗ്ലീഷ് ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക്, അല്ലെങ്കിൽ എലിഫന്റ് ഇൻ ദ റൂം, ടു ഈറ്റ് എ ക്രോ, അങ്ങനത്തെ കുറച്ച് ഫ്രേസസ് ഉണ്ട്. കേൾക്കുമ്പോൾ നമുക്ക് ഒരർത്ഥവും തോന്നത്തില്ല. ഇതിനെയൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഇഡിയം എന്നാണ് പറയുന്നത്. അതായത് പഴഞ്ചൊല്ലാണോ എന്ന് ചോദിച്ചാൽ അല്ല, പഴഞ്ചൊല്ലല്ലേ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു ഇൻഡയറക്റ്റ് മീനിങ് കൊടുക്കുന്ന. അതെ, നമ്മളിപ്പം കാക്ക കുളിച്ചാൽ കൊക്കാവില്ല, ഭയങ്കര റേസിസ്റ്റ് ആയിട്ടുള്ള ഇതാണ്, എന്നാലും അത്. പിന്നെ ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക്, ഇങ്ങനത്തെ മലയാളത്തിലുള്ള മീനിങ് അല്ല. ചെകുത്താന്റെയും കടലിന്റെയും നടുക്കെന്നല്ലോ ഉദ്ദേശിക്കുന്നത്. എന്താ, നമ്മുടെ 2 പ്രശ്നങ്ങളുടെ ഇടയിലാണുള്ളത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനത്തെ രീതിയിലുള്ള ശൈലികളെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഇഡിയംസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഇഡിയംസ് നമ്മുടെ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലാംഗ്വേജ് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ സംസാരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ ഒരു താല്പര്യം ഉണ്ടാകും. എന്തു പറഞ്ഞു ഇപ്പൊ അവൻ, ആ ഒരു രീതിയിൽ എടുക്കും. പിന്നെ നമ്മുടെ ലാംഗ്വേജ് കുറച്ചുകൂടി ഫൈൻ ആക്കാൻ ബെറ്റർ ആയിരിക്കും. കാരണം പുറത്തൊക്കെ ആൾക്കാർ സംസാരിക്കുമ്പോൾ ഇഡിയംസ് യൂസ് ചെയ്യാറുണ്ട് സംസാരത്തിൽ അവരുടെ. പിന്നെ മൂവീസിലായാലും നമ്മളാണെങ്കിലും മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇംഗ്ലീഷിലും മണമില്ല അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ. അപ്പൊ അതേപോലെ എന്ത് ചെയ്യുക, നമ്മൾ ഈ ഇഡിയംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് കുറച്ചുകൂടി അടിപൊളിയായിട്ട് തോന്നും. ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ തോന്നും. ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയാണ് ഈ നേരത്തെ പറഞ്ഞത്, ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഈസി ആയിട്ടുള്ളൊരു അത്രേ ഉള്ളൂ, എളുപ്പം, ഭയങ്കര എളുപ്പം. എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരാണ്, ഒരു എക്സാം എഴുതി ഭയങ്കര ഈസി ആയിരുന്നെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സേ ദിസ് എക്സാം വാസ് ലൈക്ക് എ പീസ് ഓഫ് കേക്ക്. എളുപ്പമായിരുന്നു. കേക്ക് വാക്ക് സെയിം മീനിങ് ആണ്, പക്ഷെ അതായത് യൂസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്, ദിസ് ഇസ് എ കേക്ക് വാക്ക് എന്ന് വെച്ചാൽ ഇത് ഭയങ്കര സിമ്പിൾ ആയിരുന്നു എന്നുള്ള അർത്ഥത്തില്. പിന്നെ നമ്മൾ പറയത്തില്ല, ഒരു വെടിക്ക് 2 പക്ഷി, എന്താ ടു കിൽ 2 birds with a stone എന്ന് പറയും നമ്മൾ. അതായത് ഒരു കല്ലുകൊണ്ട് 2 പക്ഷികളെ വീഴ്ത്തുക, അങ്ങനെ. അപ്പം അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്കൊന്ന് യൂസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ഇംഗ്ലീഷ് എന്തോ ഭയങ്കര അഡ്വാൻസ്ഡ് ആണെന്ന് ആളുകൾ വിചാരിക്കും. പക്ഷെ അത്ര വലിയ കാര്യമൊന്നുമില്ല, ഇറ്റ്സ് ക്വയറ്റ് സിമ്പിൾ. ആക്ച്വലി നമ്മുടെ മോഡറേറ്റ് ലെവലിലെ സ്റ്റുഡൻസിന് എല്ലാ ദിവസവും നമ്മൾ ക്ലാസ്സിൻ്റെ കൂടെ ഒരു ഇഡിയം വെച്ചിട്ട് പഠിപ്പിക്കും. ഒരു ഇഡിയം ഒരു വേർഡും പഠിപ്പിക്കും. അതിലൊരു ഇഡിയം കമ്പൽസറി ആണ്, ജസ്റ്റ് ടു ഇംപ്രൂവ് ദയർ വൊക്കാബുലറി. അത് അവർ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പം കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അത് മാത്രം പോരാ ഇംഗ്ലീഷിൽ സംസാരിക്കാം, പക്ഷെ ഡെഫിനറ്റ്ലി നമ്മുടെ ലാംഗ്വേജിന് ആ ഒരു റിഫൈൻഡ് ഇത് കിട്ടും. പെട്ടെന്ന് ഒരു ദിവസം എല്ലാ ഇഡിയംസും ചേർത്ത് വെച്ചിരുന്ന് ബൈ ഹാർട്ട് ചെയ്യുക, അത് ചെയ്യരുത്, കാര്യമില്ല. അത് വേറൊരു കാര്യമുണ്ട്, ഒത്തിരി യൂസ് ചെയ്യരുത് കേട്ടോ. ഭയങ്കര അൺനാച്ചുറലാ. ചിലരുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇഡിയംസ് യൂസ് ചെയ്യും, പക്ഷെ അതും ഒരു സുഖമില്ല. ഒരു കോൺവെർസേഷനിൽ ഒരു ഇഡിയം 2 ഇഡിയം അത്രയൊക്കെ, അതും അവസരം ഉണ്ടെങ്കിൽ മാത്രം, അല്ലാതെ വെറുതെ ഇഡിയംസ് പറയാൻ വേണ്ടി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് കേട്ടോ. ഇപ്പം പറയല, ഇംഗ്ലീഷ് മീഡിയത്തിൽ 2 ടീച്ചേഴ്സ് വന്ന് അവർ പറഞ്ഞു ഇഡിയംസ് യൂസ് ചെയ്ത് അടിപൊളിയാണ്, നിങ്ങൾ യൂസ് ചെയ്ത്. അങ്ങനെയല്ല, ആവശ്യത്തിന് നമ്മൾ 1-2 ഇഡിയംസ്, ഒരു 4-5 ഇഡിയംസ് പഠിച്ചു വെക്കുക. ആ സിറ്റുവേഷൻ അനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മനസ്സിൽ അത് രജിസ്റ്റേർഡ് ആയിരിക്കും. സൂര്യ ഓൾറെഡി കോളിംഗ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരിപ്പം യൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് നെക്സ്റ്റ് ഡേ ലൈക്ക് അവർക്ക് ആ മീനിങ് മനസ്സിലായി. വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ മീനിങ് മനസ്സിലായി, പിന്നെ ഇത് എവിടെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യം അറിയാം. അത് അവർക്ക് ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ഒരു 4-5 സിറ്റുവേഷൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ 6ാമത്തെ സിറ്റുവേഷനിൽ ഓക്കെ ആണ്, യൂസ് ചെയ്യാം എന്നുള്ളൊരു ഫീൽ കിട്ടും. സോ അത്രയും ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ്, നിങ്ങളുടെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് കോൺവെർസേഷൻ ഇംഗ്ലീഷിലുള്ളത് ഇൻട്രസ്റ്റിംഗ് ആക്കണമെങ്കിൽ
പുതിയ നല്ല വേർഡ്സ് പഠിക്കുക, പുതിയ വേർഡ്സ് തന്നെയാണ്. പുതിയ വേർഡ്സ് പഠിക്കാനായിട്ട് നിങ്ങളൊന്നും കാണാതെ പഠിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. ദിവസം ഒരു 10 വാക്കുകൾ പഠിക്കണം. എന്നോട് സ്റ്റുഡൻസ് ചോദിക്കാറുണ്ട്, ഞാൻ ദിവസം ഒരു 10 വാക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ബെറ്റർ ആവുമോ എന്നുള്ളത് ചോദിക്കാറുണ്ട്. പഠിച്ചാൽ മാത്രം പോരാ, എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്. സോ അങ്ങനെയല്ല, 10 വാക്കുകളൊന്നും പഠിക്കണ്ട, 1-2 വാക്കുകൾ പഠിച്ചാൽ മതി. പക്ഷെ പഠിക്കുന്നത് പ്രോപ്പർ ആയിട്ട് പഠിക്കണം, അത് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് V1 V2 V3 ഫോം. അത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ V1 V2 V3 ഫോം എന്താണ്, എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. എന്തിനാ ടീച്ചറെ ഇങ്ങനെ ഞങ്ങളെ V1 V2 പഠിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പക്ഷെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഈവൻ കിഡ്സിനൊക്കെ ആണെങ്കിൽ ഇപ്പൊ സ്കൂളിൽ അവർ സ്റ്റാർട്ടിംഗ് ലെവലിൽ V1 V2 V3 ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ബട്ട് അഡൾട്ട്സിനാണ് ഈവൻ നമ്മൾ പഠിച്ചതാണെങ്കിൽ പോലും നമ്മളത് മറന്നു പോകും. നമ്മുടെ കിഡ്സിന്റെ സിലബസിൽ അത് ഇൻക്ലൂഡഡ് അല്ല. കാരണം ഓൾറെഡി ദേ ആർ ലേണിംഗ് എവറിത്തിങ് അറ്റ് സ്കൂൾ. ഇവിടെ അവർക്ക് ലാക്ക് ചെയ്യുന്ന എന്താ, പ്രാക്ടീസ് ചെയ്യാനൊരു പ്ലാറ്റ്ഫോം. പക്ഷെ അഡൾട്ട്സിന് അങ്ങനെയല്ല, എല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. നമ്മുടെ സ്റ്റുഡൻസിന് ഞങ്ങളല്ലാതെ വേറെ ആര് പറഞ്ഞു കൊടുക്കാനാണ്. സോ വി ഹാവ് ടു ടീച്ച് ദം. നമ്മുടെ സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്, ബിഗിനേഴ്സ് ആണ്. പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ഫോളോ ചെയ്യുന്നവരായാലും ഒക്കെ ഇംഗ്ലീഷ് പഠിക്കണം, ഒന്നേന്ന് പഠിക്കണം എന്ന് വിചാരിച്ച് വരുന്നവരാണ്. അപ്പോൾ സോ അതുകൊണ്ടാണ് ഞങ്ങൾ വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് V1, ഇത് V2, ഇത് V3 എന്ന് പഠിപ്പിക്കുന്നത്. എന്താണ് ഈ V1 V2 V3 ഫോം? ഈ വി എന്ന് പറയുന്നത് ഇസ് ആക്ച്വലി വേർബ് എന്നാണ് വിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്. ഈ വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആക്ഷൻ, കാര്യങ്ങള് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് വേർബ്. അതിപ്പോ ചിന്തിക്കുക, ഇരിക്കുക, ഓടുക, നടക്കുക, എഴുതുക, നോക്കുക, വായിക്കുക, പറയുക, ഇതെല്ലാം വേർബ്. നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വേർബാണ്. അത് മലയാളത്തിലും ഉണ്ട്, ക്രിയ എന്ന് പറയും. ക്രിയ, അതാണ് വേർബ് എന്ന് പറയുന്നത്. പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, അതാണ് വേർബ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ V1 V2, അതായത് ഇപ്പൊ മലയാളത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു സെന്റൻസ് എടുക്കാം, ഞാൻ കഴിച്ചു, അതെടുക്കാം. അതാണ് നമ്മുടെ മെയിൻ ഫേവറേറ്റ് സാധനം. ഇപ്പൊ ഞാൻ എല്ലാ ദിവസവും ബിരിയാണി കഴിക്കാറുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ എങ്ങനെ പറയാ, ഞാൻ ബിരിയാണി കഴിക്കാറുണ്ട്, എല്ലാ ദിവസവും കഴിക്കാറുണ്ട്. ഇനി ഇന്നലെ ആണെങ്കിലോ, ഞാൻ ബിരിയാണി കഴിച്ചു. നാളെ ആണെങ്കിലോ, ഞാൻ ബിരിയാണി കഴിക്കും. അല്ലാതെ എപ്പോഴും ഞാൻ ഇന്നലെ ബിരിയാണി കഴിക്കാറുണ്ട്, ഞാൻ നാളെ ബിരിയാണി കഴിക്കാറുണ്ട് എന്നല്ലല്ലോ പറയുന്നത്. അതിപ്പം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ബിരിയാണി കഴിക്കുകയായിരുന്നു, ബിരിയാണി കഴിച്ചിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സോ കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിലും അങ്ങനെ വേരിയേഷൻ ഉണ്ട്. ഒരു വാക്കിനെ തന്നെ നമ്മൾ പല രീതിയിൽ എന്ത് ചെയ്യും, പറയും. അതേപോലെയാണ് ഇംഗ്ലീഷിലും. നമുക്ക് അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈറ്റ് എന്ന് പറയുന്നത് കഴിക്കുക, ഏറ്റ് എന്ന് പറയുന്നത് കഴിച്ചു, ഈറ്റിംഗ് എന്ന് പറയുന്നത് കഴിക്കുകയാണ്, കഴിക്കുകയായിരുന്നു. V3 ഫോം എന്താ, ഈറ്റൻ, കഴിച്ചിട്ടുണ്ട്. സോ അതാണ് ഈ V1 V2 V3 ഫോം. ഓരോ സിറ്റുവേഷനിലും നമ്മൾ എന്താണോ സിറ്റുവേഷൻ അതനുസരിച്ച് V1 V2 V3 ഫോം യൂസ് ചെയ്യണം. V4 V5 ഒക്കെ ഉണ്ട്, പക്ഷേ V3 വരെയെങ്കിലും അറിഞ്ഞിരിക്കണം. അതെ, ബാക്കി നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു തരാം നിങ്ങൾക്ക്. പക്ഷെ V1 V2 V3 ഫോം ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇത് കാരണം ഇത് തനിയെ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നൊന്നുമല്ല. വി ഹാവ് ടു actually sit down and learn. ദിവസം ഒരു 5 verbs എടുക്കുക, അതിന്റെ V1 V2 V3 ഫോം പഠിക്കുക, നിർബന്ധമായിട്ട് പഠിക്കുക. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. മോഡറേറ്റ് ലെവൽ ക്ലാസ്സിലും ബേസിക് ലെവൽ ക്ലാസ്സിലും കൊടുത്തിട്ടുണ്ട്. സോ അവർക്കത് കിട്ടും. അല്ലാതെ നിങ്ങൾ അല്ലാത്ത സ്റ്റുഡൻസ് ആണ്, ഞങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ആണ്, നിങ്ങൾ ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണ്. സോ ഞങ്ങൾ ഓൾറെഡി വീഡിയോസ് ചെയ്യാറുണ്ട്. അത് പോരാ എങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കാം. പക്ഷെ വാക്കുകളുടെ മലയാളം ട്രാൻസ്ലേഷൻ ചാൻസ് ഉണ്ട്, അപ്പൊ അതൊന്ന് ഫോക്കസ് ചെയ്യണം. സോ അത്രേ ഉള്ളൂ. ഇത് പഠിക്കാതെ നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചു കളയാമെന്ന് വിചാരിക്കരുത്, പറ്റില്ല. എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണോ ടെൻസും ഗ്രാമറും, അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് അത്രയും തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ V1 V2 V3 ഫോം എന്ന് പറയുന്നത്. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. അതായത് ഇപ്പൊ ടെൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാത്സിന്റെ ഫോർമുലാസ് പോലെയാണ് നമുക്ക് ഇതില് ഇംഗ്ലീഷിൽ ഗ്രാമർ എന്ന് പറയുന്നത്. ആ ഫോർമുലാസ് അറിയണമെങ്കിൽ 1, 2, 3 അതുപോലെയാണ് V1 V2 V3. ആ വേർഡ്സ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെ, അപ്പൊ എനിക്കിപ്പം പറയണം ഞാൻ ഇല്ല ഉറങ്ങി എന്ന് പറയാനുള്ളത്, എനിക്ക് ജീവിതകാലം മൊത്തം ഐ സ്ലീപ്പ് യെസ്റ്റർഡേ എന്ന് പറയാൻ പറ്റില്ല. അത് തെറ്റാണ്. അതിപ്പോ എത്ര ന്യായീകരിച്ചാലും, എത്ര ഗ്രാമർ വേണ്ടാന്ന് പറഞ്ഞാലും, എത്ര ഗ്രാമർ പഠിക്കുന്നത് വേസ്റ്റ് ആണെന്ന് പറഞ്ഞാൽ സത്യമാണ്, മൂടി വെക്കാൻ പറ്റത്തില്ല. സോ ഐ സ്ലെപ്റ്റ് എന്ന് പറഞ്ഞാലേ പറ്റത്തുള്ളൂ, ഐ സ്ലെപ്റ്റ് യെസ്റ്റർഡേ എന്ന് പറഞ്ഞാലേ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് V1 V2 V3 ഫോം എന്തിനാ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുന്നവരോട് പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല ഇംഗ്ലീഷ്. അതുകൊണ്ടാണ് പഠിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഒരു നല്ല ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ആക്സെന്റ് ആണോ അമേരിക്കൻ ആക്സെന്റ് ആണോ നല്ലത്? ആക്സെന്റും പ്രൊനൗൺസിയേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? എങ്ങനെയാണ് ആക്സെന്റ് പഠിക്കുക? സോ വിൽ സ്റ്റാർട്ട്. ഇമ്പോർട്ടന്റ് ആണോ?
ബ്രിട്ടീഷ് ആക്സെന്റ് ആണോ അമേരിക്കൻ ആക്സെന്റ് ആണോ ബെറ്റർ എന്ന് വെച്ചാൽ ഓരോരാളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങൾ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഏത് ആക്സെന്റാ ഇഷ്ടം? എനിക്കറിയാം സം പീപ്പിൾ ആർ മാഡ് അബൌട്ട് ബ്രിട്ടീഷ് ആക്സെന്റ്. അവരുടെ ശ്രദ്ധ കപൂറിന്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ? ഷീ ക്യാൻ സ്വിച്ച് ബിറ്റ്വീൻ സെക്കൻഡ്സ്. റഷ്യൻ, ഓസ്ട്രേലിയൻ, അമേരിക്കൻ, ബ്രിട്ടീഷ്, ആഫ്രിക്കൻ എല്ലാ ആൾ പറയും. സോ ഇറ്റ്സ് യുവർ പ്രെഫറൻസ്, അത് അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ ആക്സെന്റ് ആണോ ഇഷ്ടം? ബ്രിട്ടീഷ് അമേരിക്കനെ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ ഓസ്ട്രേലിയൻ ആക്സെന്റ് പഠിച്ചോ? നോബഡി കെയർസ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് പഠിച്ചോ, അത്രേ ഉള്ളൂ. അതിൽ ആക്സെന്റ് പഠിക്കണം തന്നെ ഇമ്പോർട്ടൻ്റ് അല്ല, ഒന്നാമത്തെ കാര്യം. പക്ഷെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പഠിക്കാം. ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നിങ്ങളുടെ ആൾക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നിങ്ങൾ കേൾക്കാനായിട്ട് രസമുണ്ടായിരിക്കും. ഇപ്പം ബിഗിനേഴ്സിനോടാണെങ്കിൽ ഐ വുഡന്റ് സജസ്റ്റ് ദം ടു ലേൺ ആക്സെന്റ്. പ്രൊനൗൺസിയേഷനിൽ ഫോക്കസ് ചെയ്യാനാണ്. ബിക്കോസ് ലാംഗ്വേജ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ് അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ആക്സെന്റ് ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. എറണാകുളത്ത് സംസാരിക്കുന്നത് പോലെയല്ല പത്തനംതിട്ടയിൽ സംസാരിക്കുന്നത്. നീ കണ്ണൂരുകാരിയല്ലേ? നീ ഒന്ന് കണ്ണൂർ സ്ലാങ്ങിൽ സംസാരിക്കുക. കണ്ണൂർ ഇപ്പൊ എന്താ ഞാൻ പറയാ? എന്തേലും പറഞ്ഞോ? എന്തല്ല എന്നെ കഴിച്ചോന്ന് എങ്ങനെയാ ചോദിക്കുന്നത്? ബെയ്ച്ചോ അല്ലെ? ഞാൻ പത്തനംതിട്ടക്കാരിയാ. ഞാൻ ചോദിക്കുന്നത് എന്തൊക്കെയുണ്ട് വിശേഷം? ഫുഡ് കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ? ഡിഫറൻസ് കണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം സൂര്യ പറയുന്നത് തെറ്റാണെന്നോ ഞാൻ പറയുന്നത് ശരിയാണെന്നോ തെറ്റാണെന്നോ ഒന്നുമല്ല. രണ്ടും രണ്ട് ശൈലിയാണ്, രണ്ട് രീതിയാണ്. അതാണ് ഈ ആക്സെന്റ് എന്ന് പറയുന്നത്. ഓരോ രാജ്യത്തും, ഒരു രാജ്യത്ത് തന്നെ പല സ്ഥലങ്ങളിൽ പല ശൈലിയിൽ പല രീതിയിലാണ് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. സ്റ്റേറ്റ് തന്നെ എടുത്താൽ തന്നെ ഡിഫറെന്റ് ആണ്. പക്ഷെ അമേരിക്കയിൽ തന്നെ ടെക്സസിൽ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്, അമേരിക്കയിൽ ഒരു രീതിയിലാണ് സംസാരിക്കുന്നത്. സോ ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പം എല്ലാം അമേരിക്ക തന്നെ പല ഡിസ്ട്രിക്ട്സിലും ഒരുപോലെയല്ല സംസാരിക്കുന്നത്. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ആക്സെന്റ്. ഫോക്കസ് ഓൺ പ്രൊനൗൺസിയേഷൻ എന്നാണ് ഞാൻ പറയാറുള്ളത്. ഇനി എന്താണ് പ്രൊനൗൺസിയേഷൻ? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ആക്ച്വലി സൗണ്ട്സ് ആണ്. അതെ, പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ഉച്ചാരണം. നമ്മൾ മലയാളത്തിൽ വാക്കുകൾ ഉച്ചരിക്കില്ലേ, അപ്പൊ അതിൻ്റെ അകത്ത് ചിലർ തിരുത്തത്തില്ലേ, കൊടയല്ല കുടയാണ് അങ്ങനെ പറയാറുണ്ട് ചിലർ. അപ്പൊ അതാണ് പ്രൊനൗൺസിയേഷൻ ഇസ് ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെറ്റായിട്ട് ഉച്ചരിച്ച വാക്ക് തെറ്റിപ്പോ. ഈ നമ്മൾ ഈ ആൾസോ, ആൾവേസ്, ബൗൾ അതൊക്കെ പറയുന്നത് തെറ്റായിട്ടുള്ള പ്രൊനൗൺസിയേഷൻ ആണ്. അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആര്? നമ്മളെപ്പോലെ നമ്മൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവരും ഇംഗ്ലീഷിൽ ഒരു മോഡറേറ്റ് ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവലിൽ സംസാരിക്കുന്ന ഫ്ലുവൻ്റ് ആവുന്നതേ ഉള്ളൂ. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രൊനൗൺസിയേഷൻ ആണ്. ബട്ട് പ്രൊനൗൺസിയേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എത്ര അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുകയാണ്, നിങ്ങൾക്ക് ആക്സെന്റ് ഒന്നുമില്ല, പക്ഷെ നല്ല പ്രോപ്പറായിട്ട് പ്രൊനൗൺസ് ചെയ്താൽ സംസാരിക്കുന്നത്, യു ആർ ഫ്ലുവൻറ്റ്. ആക്സെന്റ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ അതേസമയം പ്രൊനൗൺസിയേഷൻ തെറ്റിയാലോ മൊത്തം പോയി. പ്രൊനൗൺസിയേഷൻ തെറ്റിയാൽ മൊത്തം പോയി. സോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണോ അതുപോലെ വായിക്കുന്നത്. ഇന്നലെ രാത്രി അവൻ വന്നു എന്ന് പറയാം, ഇന്നലെ രാത്രി അവൻ വന്നു, അത്രേ ഉള്ളൂ, തീർന്നു. പക്ഷെ ഇംഗ്ലീഷിലാവുമ്പോൾ യെസ്റ്റർഡേ എന്ന് എഴുതിയത് യെസ്റ്റർഡേ എന്നല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, യെസ്റ്റർഡേ എന്നല്ല, യെസ്റ്റർഡേ. ഇംഗ്ലീഷിൽ മോസ്റ്റ്ലി ഓൾ ദി ലെറ്റേഴ്സ് ആർ സൈലന്റ്. ആറ് മിക്കപ്പോഴും എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ എൻഡ് ഓഫ് എ വേർഡ് ആസ് വെൽ ആസ് ഇൻ ദ മിഡിൽ, ഒന്നെങ്കിൽ പാർഷ്യലി സൈലന്റ് ആയിരിക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സൈലന്റ് ആയിരിക്കും. യെസ്റ്റർഡേ നമ്മൾ പറയില്ല യെസ്റ്റർഡേ, കാർ എന്ന് നമ്മൾ പറയില്ല കാർ, അത്രേ ഉള്ളൂ. സോ പ്രൊനൗൺസിയേഷൻ നമ്മളിപ്പം ഒന്ന് ആലോചിക്കേ, യെസ്റ്റർഡേ ഹീ ടുക്ക് മൈ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് എന്ത് ബോറായിരിക്കും കേൾക്കാൻ. അപ്പൊ എത്ര ആക്സെന്റ് ഉണ്ടെങ്കിലും ബോറ അല്ലേ? അപ്പൊ നമ്മൾ പ്രൊനൗൺസിയേഷനിൽ ഫോക്കസ് ചെയ്യാം. യെസ്റ്റർഡേ ഹീ ടുക്ക് മൈ കാർ, അത്രേ ഉള്ളൂ. അത് മാത്രമല്ല ആക്സെന്റ് പഠിക്കേണ്ട രീതിയിൽ പഠിക്കണം, അല്ലെങ്കിൽ ഫേക്ക് ആക്സെന്റ് സത്യമായി ഭയങ്കര മോശമാണ് കേൾക്കാൻ. ഭയങ്കര നമ്മളെ കളിയാക്കുന്ന പോലെ നമുക്ക് തോന്നും. സത്യമായിട്ട് നമ്മളെ കളിയാക്കുന്ന പോലെ നമുക്ക് തോന്നും. അത്രയും IELTS ഞാനാണെങ്കിൽ നമുക്ക് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യം, നിങ്ങൾ ആക്സെന്റ് നിങ്ങൾ ഓൾറെഡി ട്രെയിൻഡ് അല്ല എങ്കിൽ പ്ലീസ് ഫേക്ക് ആക്സെന്റ് യൂസ് ചെയ്ത് സംസാരിക്കില്ല. പോയിന്റ്സ് കട്ട് ചെയ്യും, ഒന്നുമില്ല. എത്ര നിങ്ങൾ കറക്റ്റായിട്ടാണ് പറയുന്നെങ്കിൽ അവിടെ പോയി ഇവിടെ പോയി എല്ലാം പോയി. സോ ഡോണ്ട് ട്രൈ ദാറ്റ്. അത് മാത്രമല്ല ഫേക്ക് ആക്സെന്റ് യൂസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഏത് സായിപ്പ അങ്ങനത്തെ ഡയലോഗ് വരുന്നത്. അതെ ഭയങ്കര അങ്ങനെ പലരും പറയും. ബോട്ടിൽ ഓഫ് വാട്ടറിന് അങ്ങനെ പറയുന്നവരുണ്ട്. ഐ ഹാവ് ഫ്രണ്ട്സ്, വിയേർഡ് ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ ബ്രിട്ടീഷ് ആക്സെന്റ് അങ്ങനെയൊന്നും അല്ല, ചുമ്മാ പറയുന്നതാ. അങ്ങനെയല്ല. സി ആളുകൾ ചുമ്മാ ആക്സെന്റ് ട്രൈ ഔട്ട് ചെയ്യുന്നതാ. സോ ഇഫ് അറ്റ് ഓൾ യു വോണ്ട് ടു ലേൺ ആക്സെന്റ് ട്രെയിനിങ് എടുക്കുക, പ്രോപ്പർ ആക്സെന്റ് ട്രെയിനിങ് എടുക്കുക. അതിന് കോഴ്സസ് അവൈലബിൾ ആണ്. യു വിൽ ഫൈൻഡ് ട്രെയിനേഴ്സ്
അതെടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേർഡ്സിൽ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർട്ട് മിമിക്കിംഗ് വേർഡ്സ്. അതായത് ഇപ്പം നമ്മളിപ്പം സീരീസ് ആണ്, ഫ്രണ്ട്സ് ആണല്ലോ എല്ലാവരുടെയും ഫേവറേറ്റ്, ഫ്രണ്ട്സ് ആണ്. അപ്പം നമ്മളൊരു വാക്ക് കേട്ടു, അത് നമ്മൾ മിമിക് ചെയ്യുക. അവരെങ്ങനെയാണോ പറയുന്നത് അതിൽ മിമിക് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക, അത് വീണ്ടും കേൾക്കുക, അവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുക, അവരുമായിട്ട് ഇത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ പഠിക്കുക. ഇഫ് യു ഹാവ് എൻ ഇൻട്രസ്റ്റ്, അങ്ങനെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ വെറുതെ ആരെങ്കിലും കേട്ട ആക്സെന്റ് വെറുതെ അങ്ങനെ ചെയ്യരുത്. പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക, അതാണ് നല്ലത്. ഇപ്പൊ പ്രിയങ്ക ചോപ്ര ഒക്കെ ചിലർക്ക് ഈ ശ്രദ്ധ കപൂറിന്റെ കാര്യം പറയുന്നത്, ചിലർക്ക് ആ ഒരു നല്ല രീതിയിൽ പറ്റും. ഇപ്പം സ്പൈഡർമാൻ ടോം ഹോളണ്ട്, പുള്ളിക്കാരൻ ബ്രിട്ടീഷും പറയും അമേരിക്കനും പറയും. കാരണം സ്പൈഡർമാൻ ആയിട്ട് അഭിനയിക്കുമ്പോൾ അമേരിക്കൻ കിഡായിട്ടാണല്ലോ. ആക്ച്വലി ഈസ് ഫ്രം ബ്രിട്ടൻ, പക്ഷെ രണ്ടും പറ്റും. പ്രിയങ്ക ചോപ്ര ബ്രിട്ടീഷും അമേരിക്കനും സ്വിച്ച് ചെയ്യും. സോ അതിൽ അവർ ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു കഴിവുണ്ട്. സോ ഇഫ് യു ഹാവ് ദ ടാലന്റ്, ഓഫ് കോഴ്സ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ ആക്സെന്റ് ആയിട്ട് ഭയങ്കര ഫാസിനേറ്റഡ് ആണ്, എനിക്ക് ബ്രിട്ടീഷ് ആക്സെന്റ് സംസാരിക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ യു കെൻ യൂസ് ഇറ്റ്. പിന്നെ ചിലരുണ്ട്, സൂര്യക്ക് ഇത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, ഫസ്റ്റ് തന്നെ വന്നിട്ട് സ്റ്റുഡൻസ് ആക്ച്വലി വരാറുണ്ട്. ലൈക്ക് അവർക്ക് ഓക്കെ നിങ്ങൾക്ക് പല കാര്യങ്ങൾ അറിയായിരിക്കാം, മിസ്റ്റേക്സ് ഇല്ല എന്ന് കാണിക്കാനോ, ഐ ഡോണ്ട് നോ, ലൈക്ക് എനിക്ക് ഒരു ഇതൊക്കെ അറിയാമെന്നൊക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ആക്സെന്റ് യൂസ് ചെയ്യാറുണ്ട്. അത് ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. സി ദ തിങ് ഈസ് ആക്സെന്റ് നമ്മൾ യൂസ് ചെയ്യണം ഇഫ് ആർ ആക്സെന്റ് ഇസ് ഗുഡ്. ഒന്ന്, പിന്നെ നമ്മളിപ്പോൾ ഒരു മോഡറേറ്റ് ലെവൽ സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ബേസിക് ലെവൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ആക്സെന്റ് നമ്മുടെ ഗോളിലേ ഇല്ല, അത് അങ്ങ് ഇരിക്കുക. നമ്മൾ അല്ലാതെ പഠിച്ചെടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ആക്സസറി മാത്രമാണ് ആക്സെന്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡ്രസ്സ് ഇട്ടു, ഇതെല്ലാം ചെയ്തു, അപ്പോൾ വാച്ച് വേണമെങ്കിൽ ഇടാം, വേണ്ടെങ്കിൽ ഇടണ്ട. വാച്ചാണ് ആക്സെന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം. ഇറ്റ്സ് എ ചോയ്സ്. വേണമെങ്കിൽ മാത്രം മതി, അത് പഠിക്കണം എന്ന് ഇമ്പോർട്ടൻ്റ് അല്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആക്സെന്റിലോട്ട് തിരിയുക. ഓക്കെ. സോ അടുത്ത് നമ്മളോട് ചോദിച്ചിട്ടുള്ള ഡൗട്ടും നല്ലൊരു ഡൗട്ടാണ്. അധികം വാക്കുകൾ ഇംഗ്ലീഷിൽ അറിയില്ല, എങ്ങനെ സംസാരിച്ചു തുടങ്ങും, എത്ര വാക്ക് പഠിക്കണം ഇംഗ്ലീഷിൽ സംസാരിക്കണം? ഇതും കോമൺ ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇപ്പൊ ഒരു 10 വേർഡ്സ് പഠിക്കാൻ കൊടുത്തു കഴിഞ്ഞാല്, അതായത് അവരിങ്ങോട്ട് ചോദിക്കും ഒരു 10 വേർഡ് പറഞ്ഞു തരും. 10 റാൻഡം വേർഡ് പറഞ്ഞു കൊടുത്തതിന് അവർ പറയും ഈ ഒരു 10 വേർഡ് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആവും, നമുക്ക് ഇംഗ്ലീഷിൽ പഠിക്കാൻ പറ്റും. ഞാൻ പല വീഡിയോസിന്റെയും ടൈറ്റിൽസ് കണ്ടിട്ടുണ്ട്, 3 വാക്കുകൾ കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കാം. ഈ 3 വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞു, തീർന്നു. ഇത്രയേ ഉള്ളൂ, 3 വാക്ക്, ഇത്രയേ ഉള്ളൂ. മലയാളം സംസാരിക്കാൻ നമുക്ക് എത്ര വാക്കുകൾ വേണം? 1000 മതിയോ? 10,000 മതിയോ? ലക്ഷക്കണക്കിന് വാക്കുകൾ അറിയാൻ തോന്നുന്നു. നമ്മളൊരു 10-20 സെന്റൻസ് പറയുമ്പോഴത്തേക്ക് ഒരു 1000 വാക്കുകൾ കഴിയും. സോ ദ തിങ് ഈസ് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഓക്കെ, വേർഡ്സ് വേണം, നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷെ 10-100 കണക്ക് വെച്ച് പഠിക്കരുത്. അങ്ങനെ കണക്ക് വെക്കണ്ട. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് തീരെ ഇംഗ്ലീഷ് അറിയാത്ത ആളാണ്, നേരത്തെ പറഞ്ഞ പോലെ ചുറ്റിലും കാണുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് വേർഡ്സ് പഠിച്ച് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മൾ നോർമലി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്ന വാക്കുകൾ നിങ്ങൾക്ക് തന്നെ അറിയാം, അത് പഠിക്കാം. കോമൺലി യൂസ് വരുന്നത്, അതായത് ഇപ്പോൾ ഒരു ഹെൽപ്പിനൊക്കെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് വേർഡ്സ് ഉണ്ടാവില്ല, അത് പഠിക്കാം. അതുപോലെ തന്നെ ഫ്രേസസ് പഠിച്ചു വെക്കുക. ഇപ്പം നമുക്ക് ഇപ്പം സൂര്യ പറഞ്ഞതുപോലെ ഹെൽപ്പ് ചോദിക്കണം, കുഡ് യു ഹെൽപ്പ് മീ. ഇപ്പം ഹെൽപ്പ് ചോദിക്കാൻ കുഡ് യു ഹെൽപ്പ് മീ എന്ന് ചോദിച്ചാൽ മതി. ഒരു സാധനം തരാനായിട്ട് ക്യാൻ യു ഗീവ് ദാറ്റ്. ഓക്കെ, അപ്പം നമ്മൾ അത് പഠിക്കുക, ക്യാൻ യു ഗീവ് ദാറ്റ്. അങ്ങനെ, അല്ലെങ്കിൽ എന്നെ ഒന്ന് പിക്ക് ചെയ്യാമോ, ക്യാൻ യു പ്ലീസ് പിക്ക് മീ അപ്പ്. അങ്ങനെ വേണം നമ്മൾ പഠിച്ചെടുക്കാൻ, ഇംഗ്ലീഷ് പഠിച്ചെടുക്കാൻ. ഫ്രേസസ് യൂസ് ചെയ്യുക, ഫ്രേസസ് പഠിക്കാം. പിന്നെ കുത്തിയിരുന്ന് വാക്കുകൾ മാത്രം, ഞാൻ ഒരു 1000 വാക്ക് പഠിച്ചാൽ എന്തായാലും ഇംഗ്ലീഷ് പഠിക്കും, അപ്പം എന്താ പിന്നെ ഞാൻ ഇന്ന് തൊട്ട് 1000 വാക്ക്. നിങ്ങൾ എത്ര ദിവസം എടുക്കുക 1000 വാക്ക് പഠിക്കാനായിട്ട്? ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ആൻഡ് ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ ആസ് വെൽ. വാക്കുകൾ കൊണ്ട് മാത്രം കാര്യമില്ല, കണക്ട് ചെയ്ത് സെന്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിക്കണമല്ലോ. ആ വാക്കുകളൊക്കെ എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് പഠിക്കണമല്ലോ. അപ്പം നമ്മൾ വാക്കുകൾ മാത്രം ഒരു ഡിക്ഷണറി എടുത്ത് കുത്തിയിരുന്ന് പഠിക്കുന്നത് ഇറ്റ്സ് നോട്ട് സ്മാർട്ട് വേ ടു ലേൺ ഇംഗ്ലീഷ്. വാക്കുകൾ പഠിക്കുന്ന ഒരു സൈഡിൽ വെക്കണം, ഫ്രേസസ് പഠിക്കുക, യൂസ്ഫുൾ ആയിട്ടുള്ള ഫ്രേസസ് പഠിക്കുക. അതിപ്പം പല ഫ്രേസസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരാളുടെ അടുത്ത് നമ്മളിപ്പോൾ ബാംഗ്ലൂർ താമസിക്കുക, ഫുള്ള് കർണാടകയിലുള്ള ആളുകളാണ്, അവര് മലയാളം സംസാരിക്കില്ല. സോ നമ്മളുടെ ആകെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആണെന്ന് വിചാരിക്കാം. ഇപ്പം അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്, ആയിരിക്കാം. സോ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്കൊരു സമയം ചോദിക്കണം ഒരാളുടെ അടുത്ത്, അല്ലെങ്കിൽ ഇന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിക്കണം. അപ്പം നമ്മൾ അവിടെ നിന്ന് വാക്കും ആലോചിച്ചുകൊണ്ടിരുന്ന വല്ല കാര്യമുണ്ടോ? അപ്പം നമ്മൾ അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള സെന്റൻസസ് പഠിക്കാം. വേർ ഇസ് ദിസ് പ്ലേസ്, വാട്ട് ഈസ് ദ ടൈം, അങ്ങനത്തെ. റിയൽ ലൈഫിൽ നിങ്ങൾ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, ഇംഗ്ലീഷ് മൊത്തത്തിൽ പഠിച്ചിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്യുള്ളൂ എന്ന് വാശി പിടിക്കരുത്. ഇങ്ങനത്തെ ഫ്രേസസ് നമുക്കറിയാം. ഇപ്പം നമുക്കൊരു ഫ്രേസ് അറിയാം, അപ്പോൾ നമ്മൾ ഫ്രണ്ടിനോട് സംസാരിക്കാം, എടാ ഒത്തിരി ലേറ്റ് ആവുന്നു, വി ഷുഡ് ഹറി എന്ന് ഞാൻ ഇവിടെ പറയുമ്പോൾ എനിക്ക് ഒത്തിരി ലേറ്റ് ആവുന്നു എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് അറിയില്ല.
പക്ഷെ എനിക്ക് വി ഷുഡ് ഹാരി എന്ന് പറയാൻ അറിയാം. സോ അങ്ങനെ പറയുമ്പോൾ ഒരു കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്യാണ്, ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് പതുക്കെ പതുക്കെ നമ്മൾ ഡെയിലി യൂസ്ഡ് ഫ്രേസസിന്റെ വീഡിയോസ് അതുവരെ ചെയ്തിട്ടില്ല ഉണ്ട്. അതിന്റെ മെയിൻ ഉദ്ദേശം ഇതാണ്, മലയാളത്തിന്റെ കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട്. അത് വെറുതെ പഠിപ്പിക്കുന്നതല്ല, നിങ്ങൾക്ക് അത് ഡെയിലി ലൈഫിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് ആവും, പേടി മാറും. ബേസിക്കലി അതാണ്, നമ്മുടെ ബ്രെയിൻ യൂസ്ഡ് അല്ല ഈ ഒരു ലാംഗ്വേജിൽ. നമുക്ക് ശീലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ നമുക്ക് പറ്റുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞു എന്റെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും, പെട്ടെന്ന് പറയണ്ട, എന്തിനാ പെട്ടെന്ന് പറയുന്നത്, പതുക്കെ പറഞ്ഞാൽ മതി. ഓരോ സെൻറ്റൻസ്, 2 സെൻറ്റൻസ്, 3 സെൻറ്റൻസ്, അങ്ങനെ 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 നമ്മൾ പതുക്കെ ബിൽഡ് ചെയ്താൽ മതി. നമ്മൾ ധൃതി വെച്ചൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമ്മുടെ ട്രെയിനറുമായിട്ടാണ്. അതിനുള്ള അവസരം ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷ് മിത്രയിൽ ഒരുക്കി തരുന്നുണ്ട്. നിങ്ങളെ ജഡ്ജ് ചെയ്യാതെ, നിങ്ങൾ മിസ്റ്റേക്സ് വരുത്തുന്നത് കറക്റ്റ് ചെയ്ത്, നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഫ്രണ്ട്സും അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല ആളുകളെ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രണ്ട്സിനെ മാറ്റണം. അതാണ്. അപ്പം അത് നമുക്ക് അത്ര പെട്ടെന്ന് മാറ്റാൻ പറ്റില്ലായിരിക്കും. സോ അവിടെ നിങ്ങൾ അത്രയും, എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇംഗ്ലീഷ് പറഞ്ഞ് അവരെന്നെ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്ത് അങ്ങനെ വലിയ എന്താ, മേ ബി ദേ ആർ നോട്ട് യുവർ ഗുഡ് ഫ്രണ്ട്സ്, മേ ബി ദേ ഡോണ്ട് നോ ഇംഗ്ലീഷ്, മേ ബി ദേ ഡോണ്ട് നീഡ് ഇംഗ്ലീഷ്, അതായിരിക്കാം. സോ ഡോണ്ട് ഫോക്കസ് ഓൺ ദം. അതിനുവേണ്ടി ഞങ്ങളുടെ അടുത്ത് വരിക, ഞങ്ങൾ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കി തരാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയ ചെറിയ സെൻറ്റൻസ് ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പം അരോചകമായിട്ടുള്ള രീതിയിലല്ലാതെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് സംസാരിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ലേറ്റ് ആവും, സോ ഐ ഹാവ് ടു ഹരി, അല്ലെങ്കിൽ ഐ ഹാവ് ടു റീച്ച് ഹിയർ, എന്നാൽ നമുക്ക് പോയാലോടാ, അങ്ങനെ ഒത്തിരി ഓവർ ആക്കാതെ സിമ്പിളായിട്ട് യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കാം, ആൻഡ് യു വിൽ ബി ഗുഡ് ടു ഗോ. സോ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള ഇതുവരെയുള്ള ഡൗട്ട്സ്. ഇങ്ങനെയാണെന്നല്ല, ഇനി ഇഷ്ടംപോലെ ഡൗട്ട്സ് ഉണ്ട്. പക്ഷെ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഇങ്ങനെ വീഡിയോ പോയിക്കൊണ്ടേയിരിക്കും. സോ ഐ തിങ്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് കവർ ചെയ്യും, കുറച്ചായിട്ട് നമുക്ക് വരുന്ന വീഡിയോസിൽ കവർ ചെയ്ത് പോകാം. ആൻഡ് നിങ്ങൾക്ക് ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ട്, ആരോട് ചോദിക്കും എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുള്ളത്. ഞങ്ങളോട് ചോദിക്കാം, കോമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ യു ക്യാൻ ഷെയർ ദിസ് വീഡിയോ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. അതെ, സംസാരിക്കാൻ താല്പര്യമുള്ളവരുണ്ട്, വെറുപ്പിക്കണ്ട. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, യൂസ്ഫുൾ ആയിരിക്കും, പ്രോമിസ് യൂസ്ഫുൾ ആയിരിക്കും, വെറുതെ പറയുന്നില്ല. ജസ്റ്റ് ഒന്ന് ഈ ചാനൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഒരു 15 സെക്കൻഡ് ഒക്കെ ഉള്ളൂ. അതെ, അതൊന്ന് കണ്ടു നോക്കുക, അപ്പൊ തന്നെ മനസ്സിലാവും. റീൽസ് ഒക്കെ കണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ വീഡിയോസ് കണ്ട് നിങ്ങൾക്ക് ഒരു കാര്യം ഗെയിൻ ചെയ്യാം, ഒരു ലാംഗ്വേജ് പഠിക്കാം. ഓക്കെ, സോ ഐ തിങ്ക് വിൽ വൈൻഡ് അപ്പ് അല്ലേ? സോ ദിസ് ഇസ് രേവതി, ദിസ് ഇസ് സൂര്യ, signing off from English Mitra. Thank you. English Mitra. Stop worrying, start learning.